റെസ്റ്റോറൻറ്റ്. പക്ഷെ നമുക്ക് ഡ്രിങ്ക്സ് കുടിക്കുന്ന ഇതല്ലല്ലോ. ഒരു ഷാർജ വേണം നിനക്ക്. ഓണത്തിന് നമ്മൾ എന്നാ കഴിക്കാൻ പോന്നെ? ചിക്കൻ ബിരിയാണി. ഓണത്തിന് ചിക്കൻ ബിരിയാണി. ഓണ ചിക്കൻ ബിരിയാണി. ഓണ ചിക്കൻ ബിരിയാണി എല്ലാവരും വീട്ടിൽ ഊണൊക്കെ വെച്ച് കഴിക്കും. നമ്മളിവിടെ ഫോർത്ത് വെച്ച് മൊത്തം കറങ്ങിയിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഒരു സ്ഥലത്ത് ഊണിന് ഒരു ഹോട്ടലിൽ ചോദിച്ചപ്പം 900+ ടാക്സും ഒരു ഓണസദ്യക്ക്. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ സദ്യ കഴിക്കേണ്ട, വീട്ടിൽ പോയിട്ട് ഞാൻ സദ്യ ഉണ്ടാക്കി തരാമെന്ന്. നോർമലായിട്ടുള്ള ചിക്കൻ ബിരിയാണി കഴിച്ചാൽ മതി. ചിക്കൻ ബിരിയാണി കഴിക്കാം. അങ്ങനെ നമ്മൾ ഓണത്തിന് ബിരിയാണി കഴിക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി വേണം. ചിലപ്പോൾ എഗ്ഗ് ബിരിയാണി ആയിരിക്കും. അപ്പോൾ എല്ലാവരെയും കൊതിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഓണത്തിന് ഊണ് കഴിക്കുമ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോകണു. നല്ല അടിപൊളിയായിട്ടുള്ള കൊണ്ടുവരും. കഴിക്കട്ടെ. അത്ര വലിയ രസമില്ലാത്ത ബിരിയാണിയാണ്. കഴിക്കാം. അത്ര തന്നെ വയറ് നിറയ്ക്കാം. ബിരിയാണിയുടെ കൂടെ ചമ്മന്തി കിട്ടി കണ്ടിട്ടില്ല. പക്ഷേ ഈ ഹോട്ടലിൽ ബിരിയാണിയുടെ കൂടെ ഒരു ചമ്മന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഇതിൻ്റെ കൂടെയുള്ള ചമ്മന്തി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് രണ്ടാമത് മേടിച്ചു കേട്ടോ. ഈ ചമ്മന്തി സാലഡ് പോലും വെള്ളമായിട്ടിരിക്കുന്നു. പക്ഷേ ഈ ചമ്മന്തി ഉള്ളതുകൊണ്ട് ഞാൻ ഈ ബിരിയാണി കഴിച്ച് തീർക്കുന്നു. ചമ്മന്തിക്ക് വേണ്ടി